എല്ലാവർക്കും ANYയുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ആരും ശ്രദ്ധിക്കാതെ പോയ ചില കോപ്പിയടി ചിത്രങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരു പ്രധാന വില്ലൻ, ആ വില്ലൻ ജുവനൈൽ ഹോമിലെ കുട്ടികളെ വെച്ച് നിയമവ്യവസ്ഥയ്ക്കെതിരായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിനുവേണ്ടി ജുവനൈൽ ഹോമിൽ പോലീസുകാരുടെ സഹായത്തോടു കൂടി ഒരു ഗ്യാങ്ങിനെ വളർത്തിയെടുക്കുന്നു. അവിടേക്ക് പുതിയൊരു അധ്യാപകൻ കടന്നു വരികയാണ്. കുറച്ച് നാളത്തെ പ്രവർത്തനം കൊണ്ട് അദ്ദേഹം കുട്ടികളുടെ എല്ലാം ഭയങ്കര പ്രിയങ്കരനാവുകയാണ്. ഇതിനിടയ്ക്ക് 2 കുട്ടികൾ മരണപ്പെടുന്നു. അതിൻ്റെ ഉത്തരവാദിത്വവും இந்த അധ്യാപകൻ്റെ തലയിലാവുന്നു. അങ്ങനെ ഈ വില്ലനെ കണ്ടുപിടിക്കാൻ അധ്യാപകൻ തയ്യാറെടുക്കുന്നു. പല വഴികളിലൂടെ പലരുമായി സംസാരിച്ച് അധ്യാപകൻ ആ വില്ലനെ കണ്ടെത്തുന്നു. അവസാനം വില്ലനുമായിട്ടൊരു സ്റ്റണ്ട് വരുന്നു. ഇതാണ് മാസ്റ്ററിൻ്റെ ഒരു ഏകദേശ കഥ. ഇത് തന്നെയാണ് മലയാളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ മുദ്ര എന്ന സിനിമയുടെ കഥയും. അവിടെ അധ്യാപകനായി വരുന്നത് മമ്മൂട്ടിയാണ്. ഇവിടെ വിജയ് സേതുപതിക്ക് പകരം വില്ലനായി വരുന്നത് ക്യാപ്റ്റൻ രാജുവാണ്. ഇവിടെ ജുവനൈൽ ഹോമിലെ കുട്ടികളെ കൊണ്ടുപോയി മോഷണമാണ് നടത്തുന്നത്. അടുത്തതായി കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ധനുഷിൻ്റെ സിനിമ വാത്തിയാണ്. നമുക്കറിയാം, ഇതുപോലൊരു പടം മലയാളത്തിൽ 2 തവണ വന്നതാണ്. ഒന്ന് മാണിക്യക്കല്ല്, 2 ചിത്രശലഭങ്ങളുടെ വീട്. മാണിക്യക്കല്ലിലും ചിത്രശലഭങ്ങളുടെ വീടിലും കുറച്ച് സങ്കടരംഗങ്ങളും ഗാനങ്ങളും കുറവുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. മറ്റെല്ലാം കൊണ്ടും പടം ഉദ്ദേശിക്കുന്നത് ഒരേ തീം തന്നെയാണ്. ഒരു നശിച്ചുപോയി സ്കൂളിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അധ്യാപകൻ അവിടെ സ്കൂൾ പോലും വരാതെ പുറത്ത് ജോലിക്ക് പോകുന്ന കുട്ടികളെ തിരിച്ചു കൊണ്ടുവരുന്നു. അവിടുത്തെ എല്ലാവരും അധ്യാപകനെ എതിർക്കുന്നു. അവസാനം അധ്യാപകൻ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നു. അതിനിടയ്ക്ക് കുറച്ച് സ്ട്രഗിൾസ് വരുന്നു. ചില കുട്ടികൾ കാരണം ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അവർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഒക്കുകയും അവസാനം ആ കുട്ടികളെല്ലാം നല്ല മാർക്കോടുകൂടി തന്നെ ആ 10ാം ക്ലാസ് വിജയം നേടുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് നമ്മുടെ മാണിക്യക്കല്ലിലെയും വാത്തിയിലെയും ചിത്രശലഭങ്ങളുടെ വീട്ടിലെയും കഥ. മലയാളത്തിൽ തന്നെ ചിത്രശലഭങ്ങളുടെ കഥയാണ് മാണിക്യക്കല്ലിൻ്റെ എന്ന് പറഞ്ഞ് ഒരുപാട് തർക്കങ്ങളുണ്ട്. അതിനിടയ്ക്കാണ് ധനുഷ് മാണിക്യക്കല്ല് കൊണ്ടുപോയി നേരെ തമിഴിലേക്ക് വാത്തി എന്ന് പേര് മാറ്റി കുറച്ച് പാട്ടുകളും കുറച്ച് സംഘടനകളും കുറച്ച് മസാലയും ചേർത്തിറക്കിയത്. അടുത്തത് പോക്രി. പ്രകാശ് രാജ് എന്ന് പറഞ്ഞ വലിയൊരു വില്ലൻ. ആ വില്ലൻ്റെ ഗ്യാങ്ങിലേക്ക് പുതിയൊരു ഗുണ്ട വരുന്നു. ആ ഗുണ്ട ഭയങ്കര ധൈര്യശാലിയാണ്. അദ്ദേഹം ആ ഗ്യാങ്ങിലെ മെയിൻ ആളായി മാറുന്നു. അവസാനം പ്രകാശ് രാജിന് മനസ്സിലാവുകയാണ് നമ്മുടെ ഗ്യാങ്ങിൽ ആരോ ഉണ്ട്, നമ്മുടെ ഗ്യാങ്ങിലത്തെ കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്ന ഒരാൾ. അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. അവസാനം പ്രകാശ് രാജിന് അറിയുന്നു നമ്മുടെ ഗ്യാങ്ങിലെ പുതിയതായിട്ട് വന്ന ആൾ പോലീസ് ഓഫീസറാണ്, അദ്ദേഹം അണ്ടർ കവർ ഓപ്പറേഷനിലാണെന്നൊക്കെ. അങ്ങനെ പ്രകാശ് രാജിനെ കൊല്ലുന്നു. അതോടുകൂടി പടം തീരുന്നു. പക്ഷേ ഇതേ പടം തന്നെയാണ് ഇവർ എന്ന സിനിമയിൽ ഏകദേശം. കാരണം അതിൽ ജയറാം പോലീസ് ഓഫീസറായി വരുന്നു, അണ്ടർ കവർ ഓപ്പറേഷനിൽ വരുന്നു, ബിജു മേനോനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട്. ഇതാണ് ഇവർ എന്ന സിനിമയുടെ കഥയും. ഈ കഥ പുതിയ തലമുറയിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു കഥയാണ്. ഇത് ഗജനി സിനിമയുടെ ഫ്ലാഷ് ബാക്കാണ്. ഒരു നായിക ഒരു ആർട്ട് ഫോമിൽ വർക്ക് ചെയ്യുന്നു. അവിടുത്തെ പ്രധാന നായികാവത്തിൽ വളരെ സങ്കടമുണ്ട്. അപ്പോഴാണ് ആ നാട്ടിലൊരു പണക്കാരൻ്റെ ജോലിക്കാർ ഇദ്ദേഹത്തെ കാണാൻ വരുന്നു. ആ ആർട്ട് ഫോമിൻ്റെ ഡയറക്ടർ തെറ്റിദ്ധരിച്ച് ഇവർ തമ്മിൽ പ്രണയമാണെന്ന് കരുതി നായിക പുതിയ അവസരങ്ങൾ കൊടുക്കുന്നു, കൂടുതൽ പ്രാധാന്യമുള്ള വേഷങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം നമ്മുടെ പണക്കാരൻ അറിയുകയാണ് എൻ്റെ പേരിൽ എന്തോ ഒരു തട്ടിപ്പ് നടക്കുന്നു. ഞാനറിയാതെ തന്നെ എനിക്കൊരു കാമുകിയുണ്ടെന്ന് അറിയുന്നു. അതന്വേഷിക്കാൻ നായകൻ തന്നെ തയ്യാറെടുത്ത് പോകുന്നു. അങ്ങനെ വേഷം മാറി നായകരുടെ അടുത്തേക്ക് പോകുന്നു. കഷ്ടകാലത്താൽ നായികയ്ക്ക് അത് പറയാൻ പറ്റുന്നില്ല. കാരണം ഞാൻ നുണ പറഞ്ഞതാണെന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം എനിക്കിപ്പോൾ ഒരുപാട് വേഷങ്ങൾ കിട്ടി, കൂടുതൽ അവസരങ്ങൾ കിട്ടി, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ച് നാൾക്ക് ശേഷം വന്ന് സംസാരിക്കാൻ വന്ന ആളായിട്ട് ഈ നായിക കൂട്ടുകാരാവുന്നു. അങ്ങനെ ഒരു ഫംഗ്ഷന് ഡയറക്ടർ ആ പണക്കാരനെ കൊണ്ടുവരാൻ പറയുമ്പോഴാണ് നായിക തൻ്റെ കൂട്ടുകാരനോട്, അതായത് വേഷം മാറി വന്ന പണക്കാരനോട് ഈ കഥ മുഴുവൻ പറയുന്നത് ഞാൻ നുണ പറഞ്ഞതാണെന്ന്. അവസാനം ഈ കൂട്ടുകാരനെ തന്നെ വേഷം മാറ്റിച്ച് ഈ ഫംഗ്ഷനൊക്കെ കൊണ്ടുപോകാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ആ കൂട്ടുകാരൻ വേഷമെല്ലാം മാറി പണക്കാരനെ പോലെ വസ്ത്രമെല്ലാം അണിഞ്ഞ് പരിപാടിക്ക് വരുന്നു. ചെക്കെല്ലാം എഴുതി കൊടുക്കുന്നു. എന്നാൽ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഗജനിയിലെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയല്ല, മലയാളത്തിലെ ദീം തരികിടത്തോം എന്ന പ്രിയദർശൻ സിനിമയുടെ കഥ. ഇതിൽ പക്ഷേ ഹീറോയായി വരുന്നത് മണിയമ്പിള്ള രാജുവാണ്. മണിയമ്പിള്ള രാജു അല്ല ഇതിൽ പണക്കാരൻ വരുന്നത് ശങ്കറാണ്. ശങ്കർ ഇവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.